പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പുസ്തകപരിചയത്തിൽ സംസാരിച്ചത് പേപ്സ്റ്റിൻ എന്ന പുസ്തകത്തെ പറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു വനിതാ പോപ്പ്. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ അപ്രതീക്ഷിതമായി നാമെല്ലാം കണക്കാക്കുന്ന ഒരു സംഭവമാണ് റോമിലെ വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനത്തിൽ ഒരു സ്ത്രീ വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനത്തിൽ ആസനസ്ഥയാകുന്നത്. അതിനെപ്പറ്റി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ആ പുസ്തകം തുടർന്ന് വായിച്ചിട്ട് കിട്ടിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇന്നെൻ്റെ കയ്യിൽപ്പെട്ടത് വേറൊരു പുസ്തകമാണ്. അതായത് ക്രിസ്തുവിൻ്റെ മരണശേഷം ആദ്യ നൂറ്റാണ്ടിൽ സംഭവിച്ച ഒരു കഥയാണ് നമ്മുടെ ചിന്തയിൽ വരുന്നത്. ദസ് ഫിൻസ്റ്റെ എവങ്കേലിയം ദർ പൊമ്പയാനർ എന്ന പുസ്തകത്തിൽ എഴുത്തുകാരനായ മിസ്റ്റർ ഫിലിപ്പ് വാൻഡൻബർഗ് അവതരിപ്പിക്കുന്ന ഒരു കഥയാണ് ഇതിലുള്ളത്. ഇതിൽ നമ്മെ ആകർഷിക്കുന്ന പദങ്ങൾ പൊമ്പയാനർ, എവങ്കേലിയം തുടങ്ങിയ യൂറോപ്യൻ ചരിത്രത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച ചില കാര്യങ്ങളാണ്. ആധുനിക കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് രണ്ടാം ഊഴം പോലെ മലയാള സാഹിത്യത്തിൽ നാം കാണുന്നതിന് സമാനമായി പഴയ കാര്യങ്ങളെടുത്ത് പുതിയ റിസർച്ചസ് അല്ലെങ്കിൽ അന്വേഷണങ്ങളും ഗവേഷണങ്ങളും നടത്തി ലോകചരിത്രത്തിൽ സാംസ്കാരിക തലത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യ മനസ്സിനെ അനാവരണം ചെയ്യുക. ഇതൊരു പുതിയ അവതരണ രീതിയാണ്. ഇതുതന്നെയാണ് ഈ പുസ്തകത്തിൽ നാം കണ്ടുമുട്ടുന്ന ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് യൂറോപ്യൻ ചരിത്രത്തിൽ യുദ്ധങ്ങളും പാഷാണ്ഡതകളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിലൂടെ കടന്നു പോകുന്ന ലോകത്തിൽ ക്രിസ്തു ഭഗവാന്റെ ഉപദേശങ്ങളും അദ്ദേഹത്തോട് ബന്ധപ്പെട്ട സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ സഭയിൽ വന്നുകൂടിയിട്ടുള്ള വ്യത്യാസങ്ങളും എല്ലാം ലോകത്തിൽ എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിക്കുന്നതാണ്. ഇതിൽ തന്നെയും ലൂക്കാ സുവിശേഷകൻ്റെ ഒരു കേൾവി കേട്ട സെൻറ്റൻസ് അവതരിപ്പിച്ചുകൊണ്ടാണ് കഥാകൃത്ത് നമ്മുടെ മുന്നിൽ വരുന്നത്. രഹസ്യമായി ചെവികളിൽ മന്ത്രിക്കപ്പെടുന്നവ കാലങ്ങൾ കഴിയുമ്പോൾ പുരമുകളിൽ നിന്ന് പ്രഭാഷണം ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ ആരും ഒന്നും രഹസ്യത്തിൽ ചെയ്ത് മറ്റുള്ളവരെ പറ്റിക്കാം എന്ന് പ്രതീക്ഷിക്കരുത്. ഇതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. അധ്യായങ്ങളിലൂടെ കടന്നു പോകുന്ന ചരിത്രമാണ് അദ്ദേഹം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്.
ഈ പുസ്തകത്തിൽ പുറത്തെഴുതിയിരിക്കുന്ന മറ്റൊരു സെൻറ്റൻസ് കൂടി വായിച്ചിട്ട് നമുക്ക് ഈ പുസ്തകത്തെ പറ്റിയുള്ള പരിചയത്തിൻ്റെ ആദ്യ ഭാഗം അവസാനിപ്പിക്കാം. Erstes Jahrhundert nach Christus, അതായത് ക്രിസ്തുദേവൻ്റെ മരണശേഷം ഉള്ള ആദ്യ നൂറ്റാണ്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. Der ehemalige Sklave Louis Cecilius Aphrodisius aus der kampanischen Stadt Pompeji wird Zeuge einer geheimnisvollen Mörderserie. അതായത് AD 1-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച ഒരു കഥയാണ് ഇതിലെ ഇതിവൃത്തം. ലൂഷിയൂസ് ചെച്ചീലിയൂസ് അഫ്രോദിസിയൂസ് എന്ന പേരുള്ള പൊമ്പെയ് നഗരത്തിലെ ഒരു പഴയ അടിമ സ്ക്ലാവെ അബ്ദു ഒരു ദൃക്സാക്ഷിയായി സംഭവിക്കുന്നു. ഒരു കൊലപാതകത്തിൻ്റെ രഹസ്യത്തിൻ്റെ ദൃക്സാക്ഷിയായി. ബാക്കി ഭാഗം ഞാൻ പിന്നീട് അവതരിപ്പിക്കാം. മാത്രമല്ല, ഞാനിത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു ബസ് സ്റ്റാൻഡിൽ ഇരുന്നാണ്. മറ്റുള്ളവരുടെ സംഭാഷണങ്ങളും ഇതിലുണ്ട്. അതുകൊണ്ട് നമുക്ക് പിന്നീട് ബാക്കി ഭാഗം കേൾക്കാം.